നമ്മൾ എടക്കയിൽ സാധനം മേടിക്കാൻ വന്നതാണ്. എടക്കയിൽ ഇങ്ങനൊരു സംഗതിയുണ്ട്. നമുക്ക് ഷോപ്പിംഗ് കാർട്ട് നമ്മളതിലെടുത്തിട്ട് ഈ കാർട്ടിൽ എനിക്ക് എൻ്റെ ഇവരുടെ ഒരു QR കോഡുണ്ട്. ഇത് സ്കാൻ ചെയ്താൽ നമ്മളിത് മേടിച്ച് കഴിഞ്ഞിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ഇപ്പോൾ ഉദാഹരണം ഇത് ഞാൻ മേടിച്ചൊരു സാധനമാണ്. അപ്പോൾ എന്താണ് എന്നുള്ളത് അവിടെ കിടപ്പുണ്ട്. നമ്മൾ എത്ര രൂപയാണ് അതിന് എന്നുള്ളത് എഴുതി കാണിക്കും. പിന്നെ പഴം മേടിച്ചതിൻ്റെതായി അങ്ങനെ നമുക്ക് ഓരോ സാധനം മേടിച്ചിട്ട് നമുക്ക് തന്നെ സ്കാൻ ചെയ്യാം. ഇത് മൊത്തം പച്ചക്കറിയുടെ സെക്ഷനാണ്. പച്ചക്കറിയും പഴങ്ങളും ഒക്കെ നട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയുള്ളി വേണ്ടേ? പച്ചക്കറികൾ ഇരിക്കുന്നുണ്ടോ? ക്യാരറ്റ്, ബ്രോക്കോളി ഉണ്ട്. ബ്രോക്കോളിക്ക് എന്നാ വില? 1.1. അതിനെടുത്തോ. ബ്രോക്കോളി എടുക്കുന്നു. നമ്മൾ സാധനത്തിന് സ്കാൻ ചെയ്യുന്നു. ഒന്നും മതി. സാധനം എടുത്തു. ഇനി ഇവിടെ എന്താ ഉള്ള ഇതുണ്ട്. നമ്മുടെ മത്തങ്ങയുടെ പല ടൈപ്പ് മത്തങ്ങ. ഈ മത്തങ്ങയൊക്കെ ഉണ്ട്, രസമുണ്ട് കാണാൻ. ഇത് മൊത്തം കിഴങ്ങാണ്. കിഴങ്ങിൻ്റെ സെക്ഷനാണ്. കിഴങ്ങ് ചുമ്മാ. വെളുത്തുള്ളി വേണോ? ചോറ് വേണോ? മുട്ട. അത് ബ്രൗൺ മുട്ടയുണ്ട്. ബ്രൗൺ മുട്ട. ഇത് മുട്ടയുടെ സെക്ഷനാണ്. നമ്മുടെ ഫേവററ്റ് മുട്ട ഇവിടെയാണ് ഇരിക്കുന്നത്. സൈസ് S ആണ്, പക്ഷേ ബ്രൗൺ ആണ്. എടി ഇതുണ്ടോ? കുഞ്ഞു മുട്ടയാണ്. സൈസ് S ആണ്, പക്ഷെ ബ്രൗൺ ആണ്. നമുക്ക് എടുക്കാം. അടിയും ഇതിന്റെ ഗ്യാപ്പ് തുറന്നു കൊടുക്കുന്നു. അല്ലല്ല, ഈ കോഴിക്ക് തൂറ്റലായിരുന്നു. നമ്മൾ 3 പാക്കറ്റ് മുട്ട മേടിച്ചു. മുട്ട പ്രോട്ടീൻ സോഴ്സ് ആണല്ലോ. നമ്മൾ ഒന്ന് 2 3. എൻ്റെ അമ്മേ, മുട്ടയ്ക്ക് തന്നെ 10 രൂപയോ? അതെന്നാ മേറ്റ് മുട്ടയാണ്. ആ മുട്ട ഉണ്ട്. കുഴപ്പമില്ല. വേറെ എന്നാ മേടിക്കണ്ടേ? ചൊട്ടിയാ. ആരും കൊതിക്കുന്ന ഒരാൾ വന്നു ചേരൂ. ചുല്ലേ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇത് മൊത്തം ബ്രെഡാണ്. പല ടൈപ്പ് ബ്രെഡുകൾ. ബ്രൗൺ ബ്രെഡ് തൊട്ട് ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ടുള്ള ഇതുണ്ടോ, ബ്രിയോഷ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഇങ്ങനെ പതുപതാന്ന് ഇരിക്കുന്ന ബ്രെഡാണ്. പക്ഷെ എനിക്കിതില്ല. എനിക്ക് മറ്റേ ആ ബ്രൗൺ ബ്രെഡാണ് ഇഷ്ടം. ഇതെന്തിനാ നിനക്ക്? എവിടുന്ന് കഴിച്ച ബ്രെഡ്? ഇവിടെ നാട്ടിൽ മറ്റേ ചീസ് നിറച്ച മഷ്റൂംസ് ഉണ്ടോ? ഇല്ല, വെറും മഷ്റൂംസ് ഉണ്ടോ? അല്ല,
ചീസ് നിറച്ച തക്കാളിയുണ്ട്, ചീസ് നിറച്ച മുളകുണ്ട്, ഒലിവ്സ് ഉണ്ട്, ചീസ് നിറച്ച ഒലിവ് ഉണ്ട്. കിട്ടി മോളെ, കിട്ടി മോനെ. ഈ സാധനം എന്നാ ടേസ്റ്റിയാണെന്നറിയത്. അതെന്താ എണ്ണ ഇട്ട് ചീത്തയാണ്? ഇത് മൊത്തം ഈ മസാലക്കൂട്ടുകളും പൊടികളും ഒക്കെ. ഇതുണ്ട് ഒരു മാംഗോ ചില്ലി ചട്നി, ഗീതാസ്, റിയൽ ഫ്ലേവർ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇവിടെ ഉള്ളത് ഗീത ചേച്ചിയുടെ സാധനമാണ്. ഇവിടെ എന്താണ്ടൊക്കെ ഉണ്ട്, മാംഗോ ചട്നി, മിൻ ചട്നി, മദ്രാസ് കറി പേസ്റ്റ്. ഏത് നമ്പറാണ് അറിയാം എന്നാ ടേസ്റ്റിന്. ഇതിനൊക്കെ നമ്മളൊന്നും മേടിക്കാറില്ല, നമ്മൾ തേങ്ങാപ്പാൽ ഇട്ട് മേടിക്കും. ഇവിടുത്തെ ബേക്കിംഗ് സെക്ഷനാണത്. ബേക്ക്ഡ് ഗുഡ്സ് ഉണ്ട് ഇവിടെ, ചില ഫ്രഷ് ബേക്ക്ഡ് ഗുഡ്സ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെക്ഷൻ അവിടെയാണ്. അവിടെ നല്ല ചീസ് ഉണ്ട്, ചീസ്, പല ടൈപ്പ് ചീസ് ഉണ്ട്. ഇതൊക്കെ തന്നെ ഓരോ ടൈപ്പ് ചീസുകളാണ്. ഇതുണ്ടോ മറ്റേ ഈ ഷിമ്മലുള്ള ചീസ്, അതായത് ഫംഗസ് ഉള്ള ചീസ്. അതുപോലെ ഫ്രഷ് ചീസ് ഉണ്ടോ? നമ്മുടെ കണ്ട് അച്ചപ്പം പോലത്തെ സാധനം. അച്ചപ്പമല്ല, അട ടോർച്ചാണ് എന്നാ കുക്കൻ വേ. മഷ്റൂംസ് ഇവിടെ ചീസ് നിറച്ചോണം ഇവിടെ കിട്ടുമല്ലോ. ഇവിടെ എന്തെങ്കിലും വേണോ നമുക്ക്? ഇത് കൊണ്ട് എന്നെ നല്ല ഒലിവ്സാന്ന് നോക്കി. എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് സെക്ഷനാണ്. ഇത് മൊത്തം വൈനാണ്. ഇത് പോർച്ചുഗലിൽ നിന്ന് വന്നതാണ്. ഇത് മൊത്തം പോർച്ചുഗല്, താഴെ സ്പെയിന്. ഇത് സ്പാനിഷ് വൈനാണ്. അബുവേലോയ്ക്ക് എന്നാ വില? അബുവേലോ എന്ന് വെച്ചാൽ എന്നറിയോ? അബുവേലോ എന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാ. അബുവേല എന്നുണ്ടെങ്കിൽ ഗ്രാൻഡ്മ. നിന്റെ വല്യപ്പൻ്റെ വൈൻ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ ഇതാണ് സാധനം. ദ വല്യപ്പൻ. ഇത് ഇറ്റാലിയനാണ്. അങ്ങോട്ട് പോയാൽ ജർമ്മനായി. നമുക്ക് മറ്റേ വേണ്ട, പ്രിമിറ്റീവോ ഇത് പുയ്യില്ല. അതുകൊണ്ട് പ്രിമിറ്റീവോ ഇരിപ്പുണ്ടോ കേട്ടോ. ഏക്കമൈസ്റ്ററിൻ്റെ പുതിയൊരു ഫ്ലേവർ എഡിഷൻ, വിൻ്റർ എഡിഷൻ വന്നിരുന്നുണ്ട്. വാനില ആൻഡ് സിംഡ് എന്ന് വെച്ചാൽ തക്കോലം. അല്ല. സിംഡ് എന്ന് വെച്ചാൽ എന്താണ്? സിംഡ് ഇതാണെന്ന് തോന്നുന്നു, കറുവാപ്പട്ടയാണെന്ന് തോന്നുന്നു. എടി സിംറ്റ് കറുവാപ്പട്ടയാണോ തക്കോലമാണോ? ഇതുണ്ടോ ജഗമൈസ്റ്ററിൻ്റെ ഒരു വർഷം ചൂടാക്കി കുടിക്കാൻ വേണ്ടിയാണ്. ഈ സാധനം നമ്മുടെ ഇതിൻ്റെ പേര് ഈസി ഷോപ്പറാണ്. ഈ സാധനം ഉള്ളവർ നമ്മളിതുപോലെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ പച്ച കളറിൻ്റെ വഴിയെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി നമുക്ക് സെറ്റ് ചെയ്ത് തരും. നമ്മളിവിടെ കയറി ഇവിടെ നിൽക്കുക, എത്രയാണ് എമൗണ്ട് എന്ന് കാണിക്കും, ഇനിഷ്യേറ്റ് കൊടുക്കുക. ഹലോ. യോഗട്ട് യെസ്.